ആർത്രൈറ്റിസ്, സന്ധിവാതം, സ്പോണ്ടിലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? സൈഡ് എഫക്റ്റ് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ? 25 വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം MIHMS ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട അകമല കുഴിയോട് ജനവാസ മേഖലയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ടെത്തിയ ഭാഗത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിൽ പതിഞ്ഞത് കാട്ടാനയുടെ ദൃശ്യം. തിങ്കളാഴ്ച വൈകിട്ട് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച 2 ട്രാപ്പ് ക്യാമറകളും ബുധനാഴ്ച രാവിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. ഇതിലാണ് കൊമ്പനാനയുടെ ഫോട്ടോ കണ്ടെത്തിയത്. ക്യാമറയിൽ കടുവയുടേതായുള്ള ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. അതേസമയം മേഖലയിൽ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലും പകലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചേപ്പിലക്കോട്, പട്ടാണിക്കാട്, തൂമാനം, കുഴിയോട് എന്നിവിടങ്ങളിലാണ് 15ഓളം വരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. 2 ദിവസം കൂടി മേഖലയിൽ പരിശോധന തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രാപ്പ് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം വീണ്ടും കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു. DFOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. VCB ന്യൂസ്, അകമല. You are watching VCV News.